എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ബാക്കി ക്ലാസ്സസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പേജ് നമ്പർ 8ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. ഓക്കെ, 4th question. Which sequence do you get when you start to add the counting numbers up? Can you give a smaller pictorial representation? അതായത് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് അപ്വേർഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് ആദ്യം 1 ഈക്വൽ ടു 1 എന്ന് തന്നെ കൊടുക്കാം. ദെൻ രണ്ടാമത്തെ കൗണ്ടിങ് നമ്പർ 2, 1 + 2 = 3. ദെൻ 1 + 2 + 3 = 6. Then 1 + 2 + 3 + 4 = 10. Then 1 + 2 + 3 + 4 + 5 = 15. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1, 1, 3, 6, 10, 15. ഈ 1, 3, 6, 10, 15 എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നമ്പേഴ്സ് ആണ്? ട്രയാങ്കുലാർ നമ്പേഴ്സ് ആണ് അല്ലേ? ട്രയാങ്കുലർ. ഓക്കെ, ഇനി നമുക്കിതിനെ പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ എങ്ങനെ വരയ്ക്കാം? ആദ്യത്തേത് 1, അപ്പോൾ നമുക്ക് 1 ഡോട്ട് കൊടുക്കാം. ദെൻ ഇവിടെ 1. ദെൻ അടുത്തത് 3 ആണല്ലോ, അപ്പോൾ 1, 2, 3. നമുക്കിവിടെ എന്ത് ചെയ്താൽ 3. ദെൻ 1 + 2 + 3 6 കിട്ടും അല്ലേ? അപ്പോൾ ആദ്യം 1, ദെൻ 2, then 3. 1, 2, 3. അപ്പോൾ എന്ത് വരും? 6. ഓക്കെ, then 1 + 2 + 3 + 4. അപ്പോൾ എന്ത് വരും? ആദ്യം 1, 2, 3. നെക്സ്റ്റ് ലെയറിൽ 4. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത് 15 കൂട്ടുകാർ വരച്ച് നോക്കുക. 1 + 2 + 3 + 4 + 5 3 എഴുതി ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. What happens when you add up pairs of consecutive triangular numbers? That is, take 1 + 3, 3 + 6, 6 + 10, 10 + 15. Which sequence do you get? Why? Can you explain it with a picture? അപ്പോൾ എന്താണ്, നമ്മൾ ട്രയാങ്കുലാർ നമ്പേഴ്സ് 1, 3, 6, 10, 15 ആണല്ലോ. അപ്പോൾ ഈ ട്രയാങ്കുലാർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീക്വൻസ് എങ്ങനെയുള്ള സീക്വൻസ് ആണ്, അതിൻ്റെ പ്രത്യേകത, അത് കിട്ടാനുള്ള റീസൺ, പിന്നെ അതിനെ പിക്ചർ യൂസ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഇപ്പോൾ ട്രയാങ്കുലാർ നമ്പേഴ്സ് നമുക്കറിയാം 1, 3, 6, 10, 15. ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ട്രയാങ്കുലാർ നമ്പേഴ്സിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനും അതിൻ്റെ അഡിഷൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വൈറ്റ് ബോർഡിലോട്ട് എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പോൾ ട്രയാങ്കുലാർ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, 3, 6, 10, 15. 1, 3, 6, 10, 15. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സീക്വൻസ് ആയി എഴുതുമ്പോൾ 1 = 1 എന്ന് തന്നെ കൊടുക്കാം. ദെൻ ആദ്യത്തെ രണ്ട് ട്രയാങ്കുലർ നമ്പേഴ്സ് 1 + 3 ആഡ് ചെയ്യാണ്. 1 + 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. 4 എന്ന് പറയുന്നത് 2 × 2 ആണ്, ദാറ്റ് ഈസ് 2². ദെൻ അടുത്ത ഏതൊക്കെ ആഡ് ചെയ്യണം? 3ഉം 6ഉം ആഡ് ചെയ്യണം. 3 + 6, 3 + 6 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 എന്ന് പറയുന്നത് 3 × 3 ആണ്, ദാറ്റ് ഈസ് 3². ദെൻ അടുത്ത 6ഉം 10ഉം ആഡ് ചെയ്യണം. 6 + 10, ദാറ്റ് ഈസ് = 16, ദാറ്റ് ഈസ് 4 × 4, 4² ആണ് 16 എന്ന് പറയുന്നത്. ദെൻ 10ഉം 15ഉം ആഡ് ചെയ്ത് നോക്കുക. 10 + 15, ദാറ്റ് ഈസ് 25. 25 ഈസ് 5 × 5, ദാറ്റ് ഈസ് 5². ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ കണ്ടോ? ട്രയാങ്കുലാർ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സ്ക്വയർ നമ്പേഴ്സ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിനെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സ്ക്വയർ ഫോം ആയിരിക്കും
കിട്ടുന്നത്. അപ്പോൾ അതാ എന്ത് പറയാം, നമുക്ക് ഈ സീക്വൻസ് എന്ന് പറയുന്നത് സ്ക്വയർ നമ്പർ ആണ് അല്ലേ. അതായത് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. Okay, the sequence obtained is 1, 4, 9, 16, 25, etc. are square numbers because the sum of two consecutive triangular numbers is always a perfect square. അതായത് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മളുടെ ഇതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ മുമ്പുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഫോമിലായിരിക്കും കിട്ടുന്നത്. ആ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് കണ്ട് ഈ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്